ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമേജ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു റെക്റ്റാങ്കുലർ അറേ ഓഫ് ഡോട്ട്സ് ആണ് ഇമേജ് എന്ന് നമുക്ക് പറയാം. ഈ റെക്റ്റാങ്കുലർ അറേ ഓഫ് ഡോട്ട്സിൻ്റെ അകത്ത് ഒരുപാട് പിക്സൽസ് ഉണ്ടാവും. പിക്സൽസ് എന്താണ് പിക്സൽസ് എന്ന് പറയുന്നത്? ഒരു ഇമേജ് അതിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, അതിനെ നമുക്ക് പിക്സൽ എന്ന് വിളിക്കാം. ഓരോ പിക്സലിനും ഓരോ വാല്യൂ ഉണ്ടാകും. ഒരു 8 ബിറ്റ് ഗ്രേ സ്കെയിൽ ഇമേജ് എടുക്കാം. അതിൽ പിക്സലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 255നും ഇടയ്ക്കായിട്ടിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റ്, ആ പോയിന്റിലെ പിക്സലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ എത്രത്തോളം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നത് കറസ്പോണ്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു ഇമേജിൽ എത്രത്തോളം പിക്സൽ ഉണ്ട് എന്നത്, എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് ഇൻറ്റു എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട് എന്നത് അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ആ പോയിന്റിലെ ഈ പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് ആ പോയിന്റിൽ ഉള്ള ആ ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റിയെ കണക്കാക്കി ഇരിക്കും. റെസൊല്യൂഷൻ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു പർട്ടിക്കുലർ ഡിജിറ്റൽ ഇമേജിൽ എത്ര നമ്പർ ഓഫ് കൗണ്ട് ഓഫ് പിക്സൽസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇമേജിൻ്റെ സൈസ് നമുക്ക് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇത് നമ്പർ ഓഫ് പിക്സൽസ്. ഒരു ഫിസിക്കൽ സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ഇഞ്ചസോ സെൻറ്റിമീറ്റേഴ്സോ ഒക്കെ ആയിരിക്കാം. ആ പർട്ടിക്കുലർ ഇമേജ് നമ്മൾ ഏത് ഡിവൈസിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. ഡിപ്പെൻഡ് അപ്പോൺ റെസൊല്യൂഷൻ ഓഫ് ദി ഡിവൈസ് ആയിരിക്കും ആ പർട്ടിക്കുലർ ഇമേജിൻ്റെ ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത്. ഈ റെസൊല്യൂഷൻ നമുക്ക് DPI ഡോട്ട്സ് പെർ ഇഞ്ചായിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഒരു ഹയർ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഡിവൈസിൽ ഒരു ഇമേജ് സ്മോളർ ആയിട്ട് ഡിസ്പ്ലേ ആകുന്നു. ആൻഡ് ലോവർ റെസൊല്യൂഷനുള്ള ഒരു ഇമേജിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹയർ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഡിവൈസിൽ സ്മോളർ ആയിട്ടാണ് ഒരു ഇമേജ് അപ്പിയർ ചെയ്യുന്നത്. ഇപ്പോൾ കളർ ഇമേജസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ കളേഴ്സിൻ്റെ പർട്ടിക്കുലർ ഇമേജിൻ്റെ കളേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇനഫ് ബിറ്റ്സ് ഉണ്ടായിരിക്കണം പെർ പിക്സൽ. അപ്പോൾ ഒരു പിക്സലിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട് എന്നതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ദ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഇമേജ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ലൈക്ക് മോണോക്രോം ആൻഡ് കളേർഡ് ഇമേജസ്. മോണോക്രോം ആയിട്ടുള്ള ഇമേജ് നമുക്ക് യൂസിങ് സിംഗിൾ കളർ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാൽ കളേർഡ് ഇമേജ് ആണെങ്കിൽ നമ്മളിവിടെ മൾട്ടിപ്പിൾ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 1 ബിറ്റ് ഇമേജസ്. ഇമേജ് എന്ന് പറയുമ്പോൾ കുറേ സെറ്റ് ഓഫ് പിക്സൽസ് ആണ് അല്ലേ? പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെൻറ്റ്, ഒരു ഡിജിറ്റൽ ഇമേജിലുള്ള പിക്ചർ എലമെൻറ്റിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഒരു 1 ബിറ്റ് ഇമേജ് എന്ന് പറയുമ്പോൾ അവിടെ ആ പിക്സലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആകാം, ഇല്ലെങ്കിൽ 1 ആകാം. ബിറ്റിന് ഒരു 2 സ്റ്റേറ്റ്സല്ലേ ഉള്ളൂ, ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്, അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇങ്ങനെ 2 സ്റ്റേറ്റ്സ് മാത്രമേ ഈ ബിറ്റിന് ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ ഈ പിക്സലിലുള്ള ആ ബിറ്റിന് വാല്യൂ 0യോ 1ഓ 2 വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് ബൈനറി ഇമേജ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്, ഈ 1 ബിറ്റ് ഇമേജിൻ്റെ. കാരണം അവിടെ 2 സ്റ്റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 1 ബിറ്റ് ഇമേജിന് നമുക്ക് 1 ബിറ്റ് മോണോക്രോം ഇമേജ് എന്നും പറയാം. കാരണം അവിടെ ഒരു കളറേ ഉള്ളൂ, ബ്ലാക്ക്. ഓഫ് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് കളർ, ഓൺ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് കളർ. അടുത്ത 8 ബിറ്റ് ഗ്രേ ലെവൽ ഇമേജ്. അപ്പോൾ ഈ 8 ബിറ്റ് ഗ്രേ ലെവൽ ഇമേജിൽ ഓരോ പിക്സലും റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ബൈറ്റ് വെച്ചിട്ടാണ്, അതായത് 8 ബിറ്റ്സ് വെച്ചിട്ടാണ് ഒരു 8 ബിറ്റ് ഗ്രേ ലെവൽ ഇമേജിലെ ഓരോ പിക്സലിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ആ പർട്ടിക്കുലർ ഇമേജിൻ്റെ ഓരോ പിക്സലും ഏകദേശം 2⁸ = 256 വാല്യൂസ് ഹോൾഡ് ചെയ്യുന്നു ബിറ്റ്വീൻ 0 and 255. ഓരോ പിക്സൽസിനും ഓരോ ബ്രൈറ്റ്നസ് വാല്യൂ ഉണ്ടാകും ഓൺ എ സ്കെയിൽ ഫ്രം ബ്ലാക്ക് ടു വൈറ്റ്. നെക്സ്റ്റ് ഈസ് 24 ബിറ്റ് കളർ ഇമേജ്. 24 ബിറ്റ് കളർ ഇമേജിൻ്റെ പ്രത്യേകത ഇവിടെ ഓരോ പിക്സൽസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 ബൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്.
നേരത്തെ 1 ബൈറ്റ് ആയിരുന്നു അല്ലേ, ഇവിടെ 3 ബൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓരോ പിക്സൽസ്, ഒരു ഇമേജിലുള്ള ഓരോ പിക്സൽസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 ബൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ആ 3 ബൈറ്റ് എന്ന് പറയുമ്പോൾ ആ ഓരോ ബൈറ്റും ഏതൊക്കെയാണ്? R റെഡ്, G ഫോർ ഗ്രീൻ ആൻഡ് B ഫോർ ബ്ലൂ. അപ്പോൾ നമ്മുടെ ട്രൂ കളേഴ്സ് ഡിഫൈൻ ചെയ്തു ടു ബി 256 ഷെയ്ഡ്സ് ഓഫ് RGB ഫോർ ടോട്ടൽ ഓഫ് 16,777,216 കളർ വേരിയേഷൻ. ഇത് ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്തു ഓഫ് റെപ്രസെൻറ്റിംഗ് ആൻഡ് സ്റ്റോർ ഗ്രാഫിക്കൽ ഇമേജ് ഇൻഫർമേഷൻ ഓൺ RGB കളർ സ്പേസസ്. Colors, shades and hues in large number of variations can be displayed in the image, such as in high quality photographic images or complex graphics. അപ്പോൾ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇതിലൂടെ ആൻഡ് RGB കളർ സ്പേസിൽ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഓരോ പിക്സലിനും 3 ബൈറ്റ് വെച്ച് വേണ്ടി വരുന്നു. അപ്പോൾ ഇതാണ് ലാർജ് സ്റ്റോറേജ് സ്പേസ് ആവശ്യമായിട്ട് വരുന്നു. 256 ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഒരു ടൈമിൽ പല മോണിറ്റേഴ്സും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ 256 കളേഴ്സും ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സ്പേസ് പഴയ പോകേണ്ട ഒരു കാര്യമാണ്. അതും ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ഈസ് 8-ബിറ്റ് കളർ ഇമേജ്. 8-ബിറ്റ് കളർ ഗ്രാഫിക് എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഇമേജ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി ഓർ ഇമേജ് ഫയൽ. ഇവിടെ ഒരു ബൈറ്റ് എന്ന് പറയുന്നതാണ് 8 ബിറ്റ്സ്. ഇത് ഓരോ പിക്സൽസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. മാക്സിമം നമ്പർ ഓഫ് കളേഴ്സ് നമുക്ക് ഒരു സമയത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത് 256 ആണ്. 8-ബിറ്റ് കളർ ഗ്രാഫിക്സ് 2 ഫോംസ് ഉണ്ട്. ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ അതായത് ഇമേജ് സ്റ്റോർസ് ഡോട്ട് കളർ ബട്ട് ആൻ 8-ബിറ്റ് ഇൻഡെക്സ് ഇൻറ്റു കളർ മാപ്പ് ഫോർ ഈച്ച് പിക്സൽ. ഒരു ഫുൾ 24-ബിറ്റ് കളർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഓരോ പിക്സൽസിനും 8-ബിറ്റ് ഇൻഡെക്സ് ആണ് ഇൻറ്റു കളർ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8-ബിറ്റ് ഇമേജ് ഫോർമാറ്റിൻ്റെ അകത്ത് 2 പാർട്ടുണ്ട്. കളർ മാപ്പുണ്ട്. കളർ മാപ്പ് എന്ന് പറയുന്നത് എന്ത് കളറാണ് ഇമേജിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്തു. അതുപോലെ ഒരു അറേ ഓഫ് ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട് ഓരോ ഇമേജിലെ ഓരോ പിക്സൽസിനുമായിട്ട്. അപ്പോൾ ഈ കളർ മാപ്സിൻ്റെ അകത്ത് ഓരോ കളറ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്രയും കളേഴ്സ് ഇല്ലേ, അതിൽ നിന്നും ഒരെണ്ണമായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ഫോം എന്ന് പറയുന്നത് വേറെ 8 ബിറ്റ്സ് യൂസ് 3 ബിറ്റ്സ് ഫോർ റെഡ്, 3 ബിറ്റ്സ് ഫോർ ഗ്രീൻ ആൻഡ് 2 ബിറ്റ്സ് ഫോർ ബ്ലൂ. അപ്പോൾ ഈ സെക്കൻഡ് ഫോമിൽ നമ്മൾ സാധാരണ 8-ബിറ്റ് ട്രൂ കളർ എന്നാണ് പറയുന്നത്. ഇത് ഈ പാലറ്റ് കളറൊന്നും ഉപയോഗിക്കുകയില്ല, മൊത്തത്തിലുള്ള പാലറ്റ് കളറൊന്നും ഉപയോഗിക്കത്തില്ല. ഒരു 24-ബിറ്റ് ഒരു കളർ ഇമേജിനെ നമ്മൾ 8-ബിറ്റ് ആയിട്ടുള്ള ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അതിൽ നിന്ന് കുറച്ച് ഇമേജൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കളർ കോർഡിനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇമേജസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി കുറച്ച് ഫാക്ടേഴ്സൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.